ഹലോ, ഹായ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖല്ലേ? അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി താത്ത, എന്ത് പറ്റി താത്ത എന്നെല്ലാവരും ചോദിക്കുന്നുണ്ട്. ചില ചോദിക്കുന്നുണ്ട്, പേരെടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയെന്ന്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ 4 മണിയൊക്കെ ആവുന്ന സമയമാകുമ്പോൾ ഞാൻ അങ്ങനെ ഇരുന്നു. ചക്ക വറുത്തതില്ലേ, ചക്ക വറുത്തത് ഞങ്ങൾ ഈ ഓണർ കൊണ്ടു വന്നിട്ട് ചക്ക വറുത്തതും ചെനച്ച മൂവാണ്ടൻ മാങ്ങ അല്ലേ, മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. പഴുത്തതിനെക്കാട്ടും കൂടുതൽ ഇഷ്ടം പച്ചയാണ്, ചെനച്ചതാണ്. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഭയങ്കര ഓണർക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെനച്ച മാങ്ങ. അങ്ങനെ ചെനച്ച മാങ്ങ ഞങ്ങൾ തിന്നു. അത് കഴിഞ്ഞിട്ട് ചക്കുപ്പേരി തിന്നു. അത് തിന്ന് അതിൻ്റെ മുന്നേ തന്നെ എനിക്ക് എന്തോ ഒരു സുഖമില്ലായ്മ ഉണ്ട് കേട്ടോ. ഞാൻ ഓണറോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് എന്താണാവോ സുഖമില്ല, ഒരു എന്താണെന്നൊന്നും അറിയില്ല, ഛർദ്ദിക്കാൻ വരുന്ന മാതിരി, തല ചുറ്റാൻ മാതിരി. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വരാന്തയിൽ കൂടെ ഇങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞു, കുറച്ച് നേരം നടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിങ്ങനെ വരാന്തയിൽ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. കുറച്ച് നേരം ഇങ്ങനെ നടന്നപ്പോൾ ഇന്നെ ആരോ വിളിക്കുന്ന പേരെടുത്ത് ആരോ വിളിക്കണം. പഠിച്ചോനെ, എന്നെ ആരോ വിളിക്കണം, എൻ്റെ പേരെടുത്തിട്ട് ഇത്ര ഇതിൽ ഇന്നെ ആരോ വിളിക്കണം. അങ്ങനെ പേരെടുത്തിട്ട് ആരും അങ്ങനെ വിളിക്കാറില്ല. ആരാ ഇങ്ങനെ വിളിക്കണേ, റംലു റംലു എന്ന് ഇങ്ങനെ വിളിക്കണം. ഞാൻ നോക്കി നോക്കുമ്പോൾ ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് എനിക്ക് ആളെ മനസ്സിലാവണില്ല. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നു. അപ്പം എന്തുണ്ട് വിശേഷം എന്ന് വെച്ചു. അപ്പം ഞാൻ സുഖം, പിന്നെ എനിക്കറിയണമായിരുന്നു ഇവിടെ ഡോക്ടർ ഉപ്പായിരുന്നു. എന്താണ് വിശേഷം, സുഖമല്ലേ എന്ന് പറഞ്ഞപ്പോൾ ആളിനോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നോക്കിയാൽ മോളെന്ന് വെച്ചപ്പോൾ ഞാൻ നോക്കുന്നുണ്ട്, ഞാൻ 2-3 ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. ആ ഉമ്മ അന്വേഷിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ആന്ന് പറഞ്ഞിട്ട് ആൾ പോയി തൊട്ട് ബാക്കിലുണ്ടല്ലോ, എനിക്ക് പെട്ടെന്ന് ഛർദ്ദിക്കാൻ വന്നു. അപ്പം ഞാൻ നേരെ ബാത്റൂമിൽ കൂടി ഛർദ്ദിക്കാനുണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്തോ എനിക്ക് കെട്ടിക്ക് നിൽക്കണം മാതിരി, എന്താണെന്നറിയില്ല, എനിക്കിവിടെ എന്തോ കെട്ടി നിൽക്കണം മാതിരി. അങ്ങനെ കുറച്ച് ഞാൻ എന്ത് ചെയ്തു, ഛർദ്ദിച്ചിട്ടാണ്, കുറച്ച് ഛർദ്ദിച്ചു. അപ്പം എനിക്കിങ്ങനെ തല ഇങ്ങനെ ചിറ്റണം മാതിരി. അപ്പം ഞാൻ എന്ത് ചെയ്തു, വേഗം വന്നിട്ട് കടയുടെ മേലെ വന്ന് കടന്നു. കുറച്ച് നേരം കടന്നു കേട്ടോ. കടന്നു നോക്കുമ്പോൾ എനിക്കിങ്ങനെ തല ഇങ്ങനെ ചിറ്റണം മാതിരി. അപ്പം ഞാൻ ഇങ്ങനെ ഓണറോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് പറ്റില്ല, എന്താണാവോ എനിക്കൊരു സുഖമില്ലാത്ത മാതിരി, ഒരുവിധം വേദന എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പിടിച്ച് നിൽക്കും. പെട്ടെന്ന് ഡോക്ടറെ പോവാത്ത ഒരാളാണ്. ഒരുവിധം അസുഖങ്ങളൊക്കെ വന്നാൽ ഞാൻ ഇങ്ങനെ പിടിച്ച് നിൽക്കണം. പറ്റാണ്ടാവുമ്പോഴാണ് ഞാൻ ഡോക്ടറേക്ക് പോവുള്ളൂ. ഞാൻ പറഞ്ഞു, എനിക്ക് എന്താണ് ഒരു സുഖമില്ല, ഞാനിപ്പം മരിക്കുമെന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ മൂപ്പിടിച്ചിരിക്കുകയാണ്. പിന്നെയെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് തീരെ പറ്റണില്ല. അപ്പത്തിനൂടെ ഒരു കസ്റ്റമർ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പോലും എനിക്ക് പറ്റില്ല. അപ്പോൾ ഓണർ എന്നെ കാണിച്ചു കൊടുക്കലൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ വേഗം എണീച്ചിട്ട് അവിടുന്ന് മേലെ നിന്ന് വേഗം എണീച്ചിട്ട് ആളപ്പോൾ ഇവിടെ കാണിച്ചു കൊടുക്കേണ്ട കേട്ടോ. ഞാൻ വേഗം എണീച്ചു. അപ്പോൾ കുറേ അങ്ങോട്ട് ഛർദ്ദിച്ച്, കുറേന്ന് വെച്ചാൽ കുറേ ഉണ്ട്. ഞാൻ ഉച്ചക്ക് തിന്ന ചോറും മാങ്ങയും ചക്കുപ്പേരിയും ഒക്കെ ഉണ്ട് ഛർദ്ദിച്ചു. ഞാൻ ഛർദ്ദിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഭിത്തിമ്മ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട്, ആ ചുമരുമ്മ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട്, എനിക്ക് തല ഇങ്ങനെ കറങ്ങണ മാതിരിയാണോ എന്താണെന്ന് എനിക്ക് അറിയണമെന്നില്ല. എനിക്ക് അടുത്ത് ഞാൻ ഛർദ്ദിച്ച ബേസിനൊക്കെ അവിടെ ഒന്ന് കഴുകി വേഗം ബാത്റൂമിൻ്റെ ലോക്ക് തുറന്ന് ബാത്റൂമിൽ പോയി കാലൊക്കെ ഒന്ന് കഴുകി. എനിക്ക് ഇപ്പോൾ വീഴോ അങ്ങനെ ഞാൻ മെല്ലെ ഇങ്ങനെ നടന്നിട്ട്, ആൾക്കാണെങ്കിലും എന്നെ വന്ന് നോക്കാനും പറ്റണില്ല, ഇവിടെ കസ്റ്റമർ ഉള്ള കാരണം ആൾക്കാണെങ്കിലും എന്നെ വന്ന് നോക്കാൻ പറ്റാത്ത കാര്യം. ഞാൻ വേഗം മെല്ലെ ഇങ്ങനെ നടന്നിട്ട് വന്ന് അതിന് കസ്റ്റമർ പോയിക്കണം. അപ്പം എനിക്ക് ഡോക്ടറെടുത്ത് പോയേ പറ്റുള്ളൂ, ഞാനിപ്പോൾ വീണു. അങ്ങനെ ഞങ്ങൾ വേഗം ഡോക്ടറെടുത്ത് പോയപ്പോൾ ഡോക്ടർ എന്ത് പറ്റിയതാണ്, അങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഉപ്പ വന്നപ്പോൾ ഉപ്പാനായിട്ടൊക്കെ സംസാരിച്ചിട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു. ഒരു കുഴപ്പം എനിക്കുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തല ഇങ്ങനെ ചിറ്റണം മാതിരി എനിക്ക് തോന്നുന്നു ഛർദ്ദിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ പ്രഷർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പ്രഷർ തീരല്ല, ഭയങ്കര താന്നിക്കണം. എന്നോട് എന്ത് പറ്റി ഇങ്ങനെ ഇതാവാനുള്ള കാരണം. അപ്പം ഈ പെട്ടെന്നുള്ള ഛർദിയും ഇതാവാണെങ്കിൽ എനിക്ക് 2-3 ദിവസമായിട്ട് മനസ്സിനൊരു സുഖമല്ല, അത് വേറെ. എന്നാലും ഒരുവിധം പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ പിടിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടും അങ്ങനെ അവിടുന്ന് ഗ്ലൂക്കോസൊക്കെ കയറ്റി ഇഞ്ചക്ഷനൊക്കെ അടിച്ചു, മരുന്നൊക്കെ കഴിഞ്ഞു. പിന്നെ 9 മണിയായി. അവിടുത്തെ ഹോസ്പിറ്റലിലത്തൊക്കെ കഴിഞ്ഞിട്ട് 9 മണിയായി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു, എനിക്കെന്താണോ ഒരു ചായ കുടിക്കാൻ തോന്നുന്നു, തലങ്ങനെ കട്ടണം. അപ്പം എനിക്ക് പാൽ ചായനെക്കാട്ടും ഇഷ്ടം കാപ്പിയാണ്. ഞാൻ എനിക്ക് തല നല്ല വേദന. അങ്ങനെ ഞങ്ങളുടെ കുറച്ചപ്പുറം പോയിട്ട് ചായ കുടിച്ചപ്പോൾ കാറിൻ്റെ ചാവി ഉണ്ടായിരുന്നു ഞങ്ങളുടെ കയ്യിൽ, അത് പോകാൻ വേണ്ടിയിട്ട് അത് കൊണ്ടുകൊടുത്തപ്പോൾ എൻ്റെ താത്ത എന്ന് പറയില്ല, ഉമ്മ എന്നുള്ള
ഇതില്ല ഉമ്മാണ്. അങ്ങനെ മൂപ്പരവിടെ ഞങ്ങളവിടെ ആ സാധനത്തിന് പറയും റൊട്ടി എന്ന് പറയും. ഇവിടെ എങ്ങനെയാണ് പറയണതെന്ന് അറിയില്ല. ഞങ്ങൾ പൊരിച്ചിട്ട് പത്തിരിൻ്റെ കുറച്ച് കട്ടിയുള്ളത് എൻ്റെ വീട്ടിൻ്റെ അവിടെ പറയാം റൊട്ടി എന്നാണ് പറയും. ആ റൊട്ടി ഉണ്ടാക്കിയ പിന്നെ നമുക്ക് അപ്പം നീ ആശുപത്രിയിൽ നിന്ന് വരണ ഇത് ചായ കുടിച്ചിട്ടായിരുന്നേ പിന്നെ അപ്പം എനിക്ക് ഇവിടെ വന്നിട്ട് ചായ കുടിക്കാറുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് വന്നിട്ട് നീ ആ ഹോട്ടലിൽ പോയിട്ട് ചായ കുടിച്ചിട്ടാണ് വരുന്നത് എന്നിട്ട് ആളെന്ന് 2 ചീത്ത കേട്ട് ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് ഞാൻ ഒന്നിനും പറ്റണില്ല. ഞാൻ എന്ത് ചെയ്തു, വേഗം പോയി കുളിച്ചു, ബെഡ്ഷീറ്റ് ഒന്ന് കൊട്ടി അങ്ങനെ കടന്നു. അപ്പോൾ കൊച്ചി വന്നിട്ട് ചോദിക്കുന്നുണ്ട് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ വൈകിട്ട് പോയിട്ടാണ് കറി വെക്കാറ്. അങ്ങനെ കൊച്ചി വന്നിട്ട് ചോദിക്കുന്നുണ്ട് ചോറിന് കറിയൊന്നും ഇല്ലയെന്ന് ഉണ്ടെന്ന്. അപ്പോൾ എന്താന്ന് വെച്ചിട്ട് പോയിട്ട് നീ ഉണ്ടാക്കിക്കോ, എന്നെ വിളിക്കരുത്, എനിക്ക് തീരെ വയ്യ, എൻ്റെ കാലും കൈയൊക്കെ തളരണ മാതിരി എന്നാണ്. അപ്പത്തിനോട് ഓണർ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താ മൂപ്പര് പണികളൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ വിളിച്ചു, എന്ത് പറ്റി റംലോ, കുഴപ്പം എങ്ങനെ? നമ്മൾ ഇപ്പോൾ കുഴപ്പമില്ല, സുഖം ഉണ്ട്, ഒന്ന് ഉറങ്ങി എണീച്ചാൽ ചിലപ്പോൾ മാറുമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ ഉറങ്ങി 2-3 കോളൊക്കെ വന്നിട്ട് ഞാൻ പിന്നെ ഞാൻ കടന്നുകൊണ്ട് ഉറങ്ങി എണീച്ച് നേരം വെളുത്തപ്പോൾ എനിക്കൊരു സുഖമല്ല. അപ്പോൾ അവരൊക്കെ പറഞ്ഞു ലീവ് എടുത്തൊന്ന് പോകണ്ടെന്ന് പറയുന്നത്. അപ്പം വീട്ടിലിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ എണീച്ച് രാവിലെ പുട്ടുണ്ടാക്കിയപ്പോൾ കൊച്ചിന് പഴം വേണം. അപ്പോൾ അവനിക്ക് ഞാൻ 20 രൂപ കൊടുത്തിട്ട് പറഞ്ഞു നീ പഴം വാങ്ങിച്ചിട്ട് പോയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ആകുമ്പോൾ ഒരു പഴം വാങ്ങിച്ചിട്ട് വന്നു. പഴം വാങ്ങിച്ചിട്ട് അവൻ പുട്ടുന്നു. ഞാൻ ചെറുപയറുണ്ടായിരുന്നല്ലോ അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറുപയറും മാങ്ങച്ചാറും കൂടിയിട്ട് ചോറിട്ട് പോകണം. അപ്പോൾ വരണം വരുന്ന ഞങ്ങൾ അയൽവാസി പാലെടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്നോട് എന്ത് പറ്റിയ വീഡിയോ കൂടെയാണ് ഇപ്പം എൻ്റെ കാര്യങ്ങൾ അറിയണമെന്ന്. ഞാൻ കാണൂല, അവരൊന്നും എന്നെ കാണൂല. അവർ രാവിലെ എനിക്ക് 9 മണിയാകുമ്പോഴത്തേക്കും ഞാനിങ്ങനെ കടയിലേക്ക് വരും. പിന്നെ ഒരു ഞായറാഴ്ച കിട്ടുമ്പോൾ ഉള്ള ഒരു വർത്താനമുള്ള ഞാൻ അപ്പുറത്തായാലും പിന്നെ ആ വഴിയിൽ ഇങ്ങനെ ബസ്സർ കയറാൻ വരുമ്പോൾ കാണുമ്പോൾ ഉള്ള വർത്താനം തന്നെ ഉള്ളൂ. അല്ലെങ്കിൽ ഞായറാഴ്ച ഞാൻ വീഡിയോ ഡൗൺലോഡ് ചെയ്യാം, അവിടെ വൈഫൈ ഉള്ള കാരണം വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഇനി ഈ വീഡിയോ ആണെങ്കിലും ഡൗൺലോഡ് ചെയ്യാൻ വൈകുന്നേരം പോയിട്ട് വേണം ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. കടയിൽ നിന്ന് ബസ്സിൽ കയറിയപ്പോൾ എല്ലാവരും ചോദിക്കുന്നു, ബസ്സിൽ കയറിയപ്പോൾ മുഖത്തിനൊരു വാട്ടം. കുഴപ്പമൊന്നുമില്ല, യൂട്യൂബിൽ ഞങ്ങൾ കാണാറുണ്ട് വീഡിയോ. ഇന്നലെ എന്ത് പറ്റി അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു തല കറങ്ങിയിട്ടാണ്. പിന്നെ എപ്പോഴും കുറച്ച് ഉപ്പ് കയ്യിൽ വെച്ചോന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞാൽ അത് കുഴപ്പമില്ല, ഇടയ്ക്ക് ഉണ്ടാവണതല്ലേ, അത് കുഴപ്പമില്ല. അങ്ങനെ അങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ ഓരോരുത്തരിങ്ങനെ വിളിച്ച് ചോദിച്ചു, നമുക്ക് കുറേ മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതിന് പറ്റിയ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ആരാ വിളിച്ചത്? ഡോക്ടർ ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അടുത്തിൻ്റെ കടയുടെ ഒരു 1-2-3 വീട് അപ്പുറമാണ് ഇവർ താമസിക്കുന്നത്. അപ്പം ഇനി എനിക്ക് ഹോസ്പിറ്റലിൽ പോയ നേരം എനിക്ക് വേഗം ഇങ്ങോട്ട് വരാറുന്നില്ല. ഭാര്യ ഡോക്ടറാണ്, എനിക്ക് ഇങ്ങോട്ട് വരാറുന്നില്ലേ. അപ്പോൾ ഇവിടുന്ന് ചെക്ക് ചെയ്യുന്നില്ല. മോൻ വന്ന് പറഞ്ഞപ്പോൾ രാത്രി 10:30 വന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആ സമയത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഫോൺ എടുക്കണില്ല. ഞാൻ ഈ ജനാലിൻ്റെ അവിടെയാണ് വെക്കുക ഫോൺ. അപ്പോൾ റേഞ്ച് ഇല്ലാത്തടത്തായിരിക്കും തോന്നുന്നു. കോള് ഞാൻ കണ്ടില്ല, കോള് കണ്ടാണെങ്കിൽ ഞാൻ പഠിച്ചോനെ നമ്മൾ തിരിച്ച് വിളിക്കുമല്ലോ. അപ്പോൾ എന്ത് പറ്റി എന്നോട് ഇങ്ങോട്ട് കാണാൻ വരണോ, ഉമ്മ ഇങ്ങോട്ട് കാണാൻ വരണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട ഉമ്മ എന്ന് പറഞ്ഞു, കുഴപ്പമില്ല എന്നല്ല. പിന്നെ വൈകുന്നേരം ഡോക്ടർ ഭാര്യ ഉണ്ടാവും അവിടെ വീട്ടിൽ. അപ്പോൾ വന്നിട്ട് ഒന്ന് ചെക്കപ്പ് ചെയ്തിട്ട് പോവാം, നീ എന്തായാലും വായോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും പോയിട്ട് ചെക്കപ്പ് ചെയ്തിട്ട് വേണം വീട്ടിൽ പോകാൻ. ഈ വീഡിയോ വരെ രാത്രിയായിരിക്കും എന്തായാലും ഈ വീഡിയോ. അപ്പോൾ ഡൗൺലോഡായിട്ടാണ് വരിക. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുക. ഇവിടെയൊക്കെ കുറച്ച് മഴക്കാറുണ്ട് അങ്ങനെയൊക്കെ. അപ്പോൾ ഓക്കെ, ബായ്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.